നമ്മളിന്ന് പോകുന്നത് പാണ്ഡവ് ലേണി കേവ്സിലേക്കാണ് കേട്ടോ. പാണ്ഡവ് ലേണി കേവ്സ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ലേണി മീൻസ് മറാഠിയിൽ ലേണി എന്ന് പറഞ്ഞാൽ കേവ്സ് എന്നാണ് അർത്ഥം. നമുക്കിതാ ലേണിയിൽ എത്തണമെങ്കിൽ ഇത്രയും സ്റ്റെപ്പുകൾ, ഏകദേശം ഒരു 120 സ്റ്റെപ്പുകൾ കയറാനുണ്ട്. നമ്മളൊരു പകുതി ആയപ്പോഴേക്കും വല്ലാണ്ട് ടയേർഡായി. ഇത്രയും സ്റ്റെപ്പ് ഉണ്ടാവുമെന്ന് നമുക്കറിയില്ലായിരുന്നു. അങ്ങനെ നമ്മളിതാ ആ സ്റ്റെപ്പിൽ തന്നെ ഇരുന്ന് കുറച്ചു നേരം വിശ്രമിച്ചു. അതിന് ശേഷമാണ് മേലോട്ട് കയറിപ്പോയത്. അങ്ങനെ ഇതാ നമ്മൾ മുകളിലെത്തി. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏജൻസിൻ്റെ അണ്ടറിലാണ് കേട്ടോ ഈ കേവ്. അവിടെ നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കണം. ടിക്കറ്റ് എടുത്ത് നമ്മളിതാ ഉള്ളിൽ കയറി. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇതാ ഇത്രയും വലിയൊരു പാറക്കല്ലിൻ്റെ മുകളിൽ കൊത്തി ഉണ്ടാക്കിയിട്ടുള്ള കേവ്സ് ആണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റും. ഓരോ ഗുഹയ്ക്കുള്ളിലും കുറേ അറകളുണ്ടായിരുന്നു. ഇത് അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഇങ്ങനെ ഇത്രയും അറകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ആ ഓരോ അറകളുടെ ഉള്ളിൽ കയറുമ്പോഴും നമ്മുടെ കൈയും കാലൊക്കെ ഇങ്ങനെ കിടുങ്ങും. അത്രയും ഇരുട്ടും അതുപോലെ തന്നെ ഭയങ്കര തണുപ്പുമായിരുന്നു. ഒരു ഹൊറർ മൂവിക്കുള്ള സെറ്റപ്പ് ഒക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ പുറത്ത് ചുമരുകളിലൊക്കെ നമുക്കറിയാത്ത ഭാഷയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നിൻ്റെയും മീനിങ് ഒന്നും നമുക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ ഗുഹകളുടെ ചരിത്രത്തെ പറ്റി പറയാനാണെങ്കിൽ ഹിനായന ബുദ്ധ വാസ്തുവിദ്യയിൽ 2-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന ബുദ്ധ ഗുഹകളാണ് പാണ്ഡവലേനി ഗുഹകൾ. പാണ്ഡു ഗുഹകൾ എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ടെങ്കിലും നമ്മുടെ മഹാഭാരതത്തിലെ പാണ്ഡവ നായകന്മാരുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ലാത്ത ഗുഹകളാണ് കേട്ടോ ഇത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഓരോ ഗുഹകൾക്ക് മുന്നിലും ഓരോ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ 18ാമത്തെ ഗുഹ ഒഴിച്ച് ബാക്കി എല്ലാ ഗുഹകളും ബുദ്ധാശ്രമങ്ങളായിട്ടാണ് കേട്ടോ പരിഗണിക്കപ്പെടുന്നത്. ജൈന സന്യാസിമാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ജൈന രാജാക്കന്മാരാണ് ആദ്യകാലത്ത് ഈ ഗുഹ പണി തുടങ്ങി വെച്ചതെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ഭൂരിഭാഗം ജോലികളും ബുദ്ധ സന്യാസിമാരാണ് നടത്തിയിരുന്നത്. ധ്യാന ഹാളുകൾ, ആരാധനാലയങ്ങൾ, താമസ സ്ഥലങ്ങൾ ഇതൊക്കെ കൊത്തിയെടുത്തത് ബുദ്ധ സന്യാസിമാരാണ്. അത് മാത്രമല്ല, മുൻപ് ഈ പാണ്ഡവലേനി ഗുഹകൾ ത്രിരശ്മി ഗുഹകൾ എന്ന പേരിലായിരുന്നു അത്ര അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ ഭൂരിഭാഗവും ബുദ്ധന്റെ പ്രതിമകളാണ് കേട്ടോ ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതിമകൾ തന്നെ ഏകദേശം ഒരു 2 ആൾ പൊക്കത്തിനേക്കാളും ഉയരത്തിലുള്ളതാണ്. ടെക്നോളജി ഒന്നും ഇന്നത്തെ അത്ര വളർന്നിട്ടില്ലാത്ത പഴയ കാലത്ത് ഇത്രയും ഉയരത്തിലുള്ള ഒരു ഗുഹയിൽ ഇതൊക്കെ കൊത്തിയെടുത്ത ആളുകളെ സമ്മതിക്കാതെ നിവർത്തിയില്ല കേട്ടോ. അതിനേക്കാൾ ശ്രമകരമായിട്ടുള്ള പരിപാടിയാണ് 1-2 മിനിറ്റ് നീളുന്ന ഇതുപോലൊരു ഷോർട്ട് വീഡിയോയിലൊന്നും ഇവിടുത്തെ കാഴ്ചകളെ പറ്റി വർണ്ണിക്കാനും വിവരിക്കാനും കഴിയാത്തത്. നിങ്ങളും ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും പോയിരിക്കേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. എക്സ്പീരിയൻസ് വെരി ഗുഡ് നൈസ്. ഇത്രയും സ്റ്റെപ്സ് കയറേണ്ടി വരുമെന്ന് അറിയില്ല.